ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ റീപോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് റീപോർട്ട് ചെയ്ത ചട്ടികളും കാര്യങ്ങളൊക്കെ നമ്മളത് മതിലും അവിടെ ഇവിടെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. അറേഞ്ച്മെന്റ്സ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ അറേഞ്ച് ചെയ്യാൻ മാത്രം നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല. ഈ കാണുന്ന ഒരു കുഞ്ഞു മുറ്റാണ് കേട്ടോ ഉള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അധികം വൈകാതെ തന്നെ ടെറസ് ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ള ആലോചനയൊക്കെ ഉണ്ട്. ഫണ്ടും കാര്യങ്ങളൊക്കെ റെഡി ആവണമെങ്കിൽ അധികം വൈകാതെ തന്നെ ചെയ്യും. ഉള്ള സ്ഥലത്ത് തിങ്ങി നിറഞ്ഞ് കുറെ ബൊഗൈൻവില്ലയും മറ്റുള്ള ഒരുപാട് ചെടികളും സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. ബേവിൻഡോന്റെ താഴെയായിട്ട് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ഒരുപാട് ചെടികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. എനിക്ക് പൊതുവെ ഞാൻ മറ്റുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ലീഫി പ്ലാന്റ്സ് ഒരുപാട് കളക്ട് ചെയ്തിട്ട് എല്ലാം നട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിന്റെ, ഈ ഒരു വെറൈറ്റി പ്ലാന്റിന്റെ പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം. ഇതിന് ഒരു കൺഫ്യൂഷന് നിലനിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇതിന് 2 പേരുണ്ട്. അതായത് ഇതിന്റെ സെയിം ഒരുപോലെ തോന്നിക്കുന്ന ചെടിയാണ്. അപ്പൊ അതിന് പലരും തെറ്റിദ്ധരിച്ചിട്ട് അത് ജെയ്ഡ് പ്ലാന്റ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ തന്നെ പറയാം, ഇത് എലിഫന്റ് ലീഫ് എന്ന് പേരുള്ള, അതായത് എലിഫന്റ് ഇയറോ അങ്ങനെ എന്തോ ആണ് ആ ചെടീന്റെ പേര്. അതായത് ആനയുടെ ചെയ് പോലെ അങ്ങനെ എന്തൊക്കെ അതിൻ്റെ ഒരു കഥ ഉണ്ട്. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുള്ള അറിവാണ്, കൂടുതൽ വലിയ അറിവൊന്നും എനിക്കില്ല. അപ്പോൾ നമ്മൾ പൊട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി കയ്യിലുള്ള, അതായത് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നട്ടു കൊടുക്കാണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് അതായത് ഫ്ലവർ പ്ലാന്റുകൾ മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നു എനിക്ക്. പെട്ടെന്നല്ല, മറ്റുള്ളവർക്ക് കണ്ടിട്ടും വീഡിയോസിൽ കണ്ടിട്ടൊക്കെ നമ്മളെ ഗാർഡനർ ബ്രോ, പിന്നെ ജിഷ്ണു ഉത്തമൻ, ഈ ആൾക്കാരുടെ ഒക്കെ വീഡിയോസിലാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല, എനിക്ക് ഒരുപാട് ചെടികൾ തന്ന ആ താത്താൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഇതുപോലുള്ള എന്താ പറയുക ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും അതായത് ലീഫി പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോസ് നേരിട്ട് അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ ഇതിനോടൊരു താല്പര്യം കൂടിയത്. അപ്പോൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും പോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം കഴിയുന്നതിൻ്റെ പരമാവധി ഞാനത് നന്നാക്കി അടിപൊളിയാക്കി കൊണ്ടെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നമ്മൾ പോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ, അതായത് ആ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. താഴേക്ക് ഇറക്കി വെക്കാനുള്ള താഴേക്ക് ഇറക്കി വെച്ച്, സിറ്റ് ഔട്ടിൽ കയറ്റി വെക്കാനുള്ള സിറ്റ് ഔട്ടിൽ കയറ്റി വെച്ചു. അങ്ങനെ ഏകദേശം ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ എല്ലാം കൂടെ ഒരു 2-3 പോട്ടിലായിട്ട് കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട്. അത് സമയത്തിനനുസരിച്ച് പിന്നീട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി അവരുടെ അഭിപ്രായങ്ങളും കൂടെ ഒക്കെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ മെച്ചാവുമല്ലോ നമ്മൾ ഗാർഡനിങ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മൾ ഗാർഡൻ എന്നൊക്കെ ഒന്ന് കമൻറ്റ്